പ്രിയമുള്ളവരെ നമസ്കാരം. എല്ലാവർക്കും വീണ്ടും മനോലയത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മനോജ് കൃഷ്ണൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചത് ഭക്തിയെക്കുറിച്ചാണ്. ദേവതാ സങ്കല്പം എന്താണെന്നും എന്തുകൊണ്ടാണ് ദേവതകളെ ആരാധിക്കുന്നതെന്നും പല മതങ്ങളിലും എത്രയെത്ര ദേവതകളുണ്ടെന്നും, ഉദാഹരണത്തിന് ഹിന്ദുയിസത്തിൽ 33,000 കോടി ദേവതകളുണ്ട്, എന്തിനാണ് ഇത്രയും ദേവതകളെ ആരാധിക്കുന്നതെന്നും, പിന്നെ പല രാജ്യങ്ങളിലും എങ്ങനെയാണ് ദേവതാ സങ്കല്പം ഉണ്ടായതെന്നും, അങ്ങനത്തെ കുറേ വിഷയങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഭക്തിയെക്കുറിച്ച് സംസാരിച്ചത്. അതിൻ്റെ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ യൂട്യൂബിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കയറി നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പരാഭക്തിയും അപരാഭക്തിയും എന്താണെന്നും. ഭക്തിയുടെ തന്നെ 2 ബ്രാഞ്ചസ് ആണ്, പരാഭക്തി അപരാഭക്തി എന്ന് പറയുന്നത്. അപരാഭക്തി എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ കാണുന്നത് ദൈവത്തെ നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. കാരണം നമ്മുടെ ബിസിനസ് താഴെ പോകുമ്പോൾ, നമ്മുടെ റിലേഷൻഷിപ്പ് മോശമാകുമ്പോൾ, നമുക്ക് കരിയറിലൊരു ഗ്രോത്ത് വേണമെന്നുണ്ടാകുമ്പോൾ, പരീക്ഷയ്ക്ക് നമ്മൾ തോക്കുമെന്ന സാധ്യത ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ നമ്മളുടെ ബാഹ്യമായ പല കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ ഈശ്വരനെ കൂട്ടുപിടിച്ച് ഈശ്വരനോട് നമ്മൾ ദാനം ചോദിക്കുന്ന ഒരു രീതി കണ്ടുവരുന്നതിനാണ് അപരാഭക്തി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ലോവസ്റ്റ് ഫോം ഓഫ് ഡിവോഷൻ. ബട്ട് സ്റ്റിൽ ഈശ്വരൻ ഉണ്ടെന്നും ആ ഒരു എന്നേക്കാൾ വലിയൊരു സത്യമുണ്ടെന്നും അതിനെ ആരാധിക്കാൻ പറ്റുമെന്നും അതിനോട് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമെന്നുമുള്ള ഒരു സങ്കല്പമാണത്. അത് ശരിയോ തെറ്റോ ഉള്ളത് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരു പ്രക്രിയ ഉണ്ട്. രണ്ടാമതുള്ളതാണ് പരാഭക്തി. പരാഭക്തി എന്നുള്ള ടോട്ടൽ സറണ്ടർ ടു ദ ഫോം. അത് നമുക്ക് എന്താ പറയുക, ദൈവം ഒരു ദേവതാ സങ്കല്പമാവാം, അതല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റി, ഒരു അൾട്ടിമേറ്റ് ഇൻ്റലിജൻസിനെ ആരാധിക്കുന്നതാണെങ്കിലും ആവാം. പക്ഷേ അവിടെ ഡുവാലിറ്റി ഉണ്ടാവാം പക്ഷേ കംപ്ലീറ്റ് സറണ്ടറാണ് അവിടെ സംഭവിക്കുന്നത്. ദൈവത്തിനോട് പൂർണ്ണമായ സറണ്ടർ, പൂർണ്ണമായിട്ടും നമ്മൾ അതിലേക്ക് അടിയറവ് പറഞ്ഞ് എൻ്റെ ഇച്ഛകളുമൊന്നുമല്ല ദൈവ ഇച്ഛയാണ് നടക്കുന്നത്, തൈ വിൽ നോട്ട് മൈൻ ബി ഡൺ എന്ന ഒരു രീതിയിലാണ് അതിൻ്റെ ആ ഒരു പരാഭക്തിയുടെ ഭക്തി അങ്ങനെയാണ് പോകുന്നത്. നമുക്ക് കാണാം ഹിസ്റ്ററിയിൽ മീരാബായും കബീറും തുളസീദാസും പിന്നെ നമ്മളുടെ അങ്ങനത്തെ ആൾക്കാരെല്ലാം, അങ്ങനത്തെ വലിയ വലിയ എല്ലാവരും ഭക്തിയോഗത്തിലൂടെയാണ് എവേക്കനിങ് ഉണ്ടായിരിക്കുന്നത്. അത് ടോട്ടൽ സറണ്ടർ എന്ന ഫോമാണ്. വേറെ 2 ബ്രാഞ്ചസ് ഉള്ളത് സഗുണ ആരാധനയും നിർഗുണ ആരാധന എന്ന് പറയുന്നതാണ്. സഗുണ ആരാധന എന്ന് പറയുന്നത് ഒരു ഡ്വാലിറ്റി, ഡ്വൽ ഫോം തന്നെയാണ്. ഒരു ദേവതയുണ്ട്, ഞാനുമുണ്ട്. ഞാൻ ദേവതയെ ആരാധിക്കുന്നു, അത് ഒരു ഫോമിലാണ് ആരാധിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടുള്ള സറണ്ടർ വരുന്നതേ ഉള്ളൂ. അവിടെ സ്റ്റാർട്ടിങ് ഫോമാണ് ആരാധനയുടെ, സഗുണ ആരാധനയിൽ വരുന്നത്. ഒരു കുറച്ച് ക്വാളിറ്റീസ് ഉള്ള ഫോമാണത്. നമ്മൾ കണ്ടു കാണാം, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നൊക്കെ നമ്മൾ കേട്ട് കാണും. അപ്പോൾ ഈ പറയുന്ന ഐഡലിനും നമുക്ക് സത്വഗുണമാണ്. എല്ലാ ഐഡൽസിനും, മിക്ക ഐഡൽസിനും നമ്മൾ കണ്ടിരുന്നത് സത്വഗുണമാണ്. അപ്പോൾ ആ സത്വഗുണമുള്ള ദേവതയുടെ ആ ബിംബത്തിനെ ആരാധിച്ചുകൊണ്ട് അതിലേക്ക് ഒന്നാകാനുള്ള ആ ഒരു ശ്രമത്തിൻ്റെ വലിയൊരു ഒരു കൈൻഡ് ഓഫ് ഭക്തിയാണ് സഗുണ ആരാധന. സഗുണ ആരാധന ചെയ്യുന്നത് വഴി പതിയെ ആണ് നിർഗുണ ആരാധനയിലേക്ക് മാറുന്നത്. നിർഗുണ ആരാധന എന്ന് പറഞ്ഞാൽ ഫോംലെസ് ഡിവോഷൻ. ഞാനും ദൈവവും ഒന്നാണ്, ഐ ആം ദാറ്റ്, തത്വമസി എന്നൊക്കെ പറയുന്ന ഇറ്റ് ഇസ് എ ഹയസ്റ്റ് ഫോം ഓഫ് ഡിവോഷൻ. ഇതിൽ 2 ഇല്ല, ഒന്നേ ഉള്ളൂ. ഐ ആം ദാറ്റ് എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇതിൽ നമ്മൾ ജ്ഞാനം ഉപയോഗിക്കുന്നുണ്ട്, ഭക്തി ഉപയോഗിക്കുന്നുണ്ട്, കർമ്മയോഗ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർന്നിട്ടുള്ള സമ്പൂർണമായ ഹയസ്റ്റ് ഫോം ഓഫ് ഡിവോഷനാണ് നിർഗുണ ആരാധന. അതിന് ക്വാളിറ്റീസ് ഇല്ല. ആരാധിച്ച് ഞാൻ അതായി ചേരുന്ന അവസ്ഥയെയാണ് നിർഗുണ ആരാധന എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ അതൊന്നും നമ്മൾ തിരഞ്ഞെടുക്കാതെ ഞാൻ തന്നെയാണ് എൻ്റെ എല്ലാം നേടിയെടുക്കുന്നത് എന്നുള്ള ഒരവസ്ഥയിലും നമുക്ക് വേണമെങ്കിൽ ജീവിച്ചു പോകാം. അതിലൊന്നും തെറ്റില്ല. പക്ഷേ അനുഭവത്തിലൂടെ നമ്മൾ ഓരോന്ന് അറിയുമ്പോഴാണ് നമ്മൾ മാറ്റത്തിലേക്ക് വരുന്നത്, നമ്മളിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്നതിൽ എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.